നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന്റെ കുറ്റബോധം മനസ്സിലുണ്ടാവേണ്ടവരാ എന്റെ നേരെ കുറ്റപ്പെടുത്തലും പഴിചാരലും നടത്തുന്നത്. ഒരുപാട് പേർക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവളാ ഈ ശാരിക. ഇനിയും എന്നെ അതിന് കിട്ടില്ല. എനിക്ക് ന്യായമായ വിഹിതം കിട്ടണം. അതായിക്കോട്ടെ മോളെ. അതിന് എന്തിനു ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചതല്ല. പലവട്ടം ഞാൻ അമ്മയോട് പറഞ്ഞു, പിന്നെ അമ്മയും മക്കളെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും എനിക്ക് തുള്ളിൽ വിലയാ തന്നത്. മോള് അതാ എനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ ഈ ബാലായിട്ടാണ് ഞാൻ വിളിച്ചത്. അതെ, ഈ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ശാരദാമ്മയുടെ പേരില്ല, സമ്മതിച്ചു. ഇത് ശാരദാമ്മയായിട്ട് സമ്മതിച്ചു എന്നല്ലല്ലോ, ആണോ? ശാരദാമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്തതാ അല്ലേ? ന്യായമായ നിലയിലാണെങ്കിൽ സ്ത്രീധനം കൊടുത്ത സ്ഥലം ഭർത്താവിന്, അതായത് എന്റെ അളിയനല്ലേ കിട്ടേണ്ടിയിരുന്നത്. എന്നിട്ടും എവരീ സ്ഥലത്ത് കയറി കിടന്നിട്ടും വളച്ചു കെട്ടിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ടും ആ മനുഷ്യൻ എതിർത്തോ? ഇല്ല. അതെന്റെ അളിയന്റെ വലിയ മനസ്സ്. ആ മനുഷ്യനെയാ എവരെ വീട്ടിൽ നിന്ന് പട്ടിയെ പോലെ അടിച്ചിറക്കിയത്. അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതോ ഏതെങ്കിലും ഓടെ കിടന്ന് ചത്തോന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടും അന്നദാനേശ്വരിയായി നിൽക്കുന്നു ഒരു ശാരദാമ്മ. ശാരദാമ്മയുള്ളപ്പോ ഈ നാട്ടിലാരും വിഷം ഉറങ്ങില്ലാത്ര. എവരുടെ കെട്ടിയവന്റെ തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങിയെന്ന് ചോദിക്കട്ടെ ആദ്യം. ഇതങ്ങനെ നേരിടാനുള്ള പ്രശ്നമല്ല, ഞാൻ സംസാരിക്കാം. ആ, അങ്ങനെ മര്യാദയുടെ വഴിയിലേക്ക് വാ. ശാരദാമ്മയുടെ മനസ്സ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നത്. ഹോട്ടലും വീടും ഒക്കെ 3 വീതം വെക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഓ, അത് വലിയ ഔദാര്യൊന്നും അല്ല ഗ്രൂപ്പ് സാറേ. പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അച്ഛനമ്മമാരുടെ സ്വത്തിന് മക്കൾ അവകാശികളാ. അതല്ല ശാരികയ്ക്ക് വേണ്ടത്. വീട് സ്ഥലവും ഒക്കെ അവിടെ കിടന്നോട്ടെ, അതിൽ ശാരികയ്ക്ക് ശല്യമില്ലാതെ താമസിക്കാൻ ഒരവകാശം ഉണ്ടായാൽ മതി. ഇവൾക്കിപ്പോ വേണ്ടതേ ജീവിക്കാനൊരു ഉപാധിയാ. ആകെ അറിയാവുന്നത് പാചകത്തൊഴിലും. വേറെ ഒരിടത്തും പോയി ജോലി അന്വേഷിക്കാൻ പറ്റില്ല. ഇവളുടെയും കൂടെ വിയർപ്പിലുണ്ടാക്കിയതാ ഈ കുടുംബശ്രീ ഹോട്ടല്. അതുകൊണ്ട് ഈ കുടുംബശ്രീ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം അളന്ന് നേർ പകുതി ശാരികയ്ക്ക് കൊടുക്കണം. എവൾ അവിടെ ഒരു ഹോട്ടൽ നടത്തി ജീവിച്ചോളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. സമ്മതിക്കരുത് ശാരദാമ്മേ. എന്നും നീ മാത്രം തീരുമാനിച്ച മതിയോ? അതെ, ബാലേട്ടൻ പറഞ്ഞതേ എന്റെ തീരുമാനമാണ്. എന്ത് വിശ്വസിച്ച നീ? നിങ്ങൾ എന്ത് വിശ്വസിച്ചാണോ അങ്ങനെ തന്നെയാ. അങ്ങനെ എങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. എനിക്കും കുഞ്ഞേച്ചിക്കും കൂടി അവകാശപ്പെട്ടതാ ഇത്. കുഞ്ഞേച്ചിയും കൂടി സമ്മതിച്ചിട്ട് മതി ഒരു തീരുമാനം. കുഞ്ഞാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്.
മോൻ പോയി ശാലിനെയും കൂട്ടിയിട്ട് വാ. എന്നിട്ട് മതി ഒരു തീരുമാനം. ആ ശാലിനി എന്നല്ല, ശക്തൻ തമ്പുരാൻ നേരിട്ട് വന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമല്ല വിഷ്ണു. എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിച്ച് കളയരുത് വിഷ്ണു. ഈ ട്രംപ് കാർഡ് എന്നിട്ട് പറയില്ലേ, അതിപ്പോഴേ ദേ എൻ്റെ കയ്യില്ല. ശാരിക. അതുകൊണ്ട് മാത്രമാടാ നീ ഇപ്പൊ ഈ മുറ്റത്തൊരു പുഴുവിനെ പോലെ ഇഴഞ്ഞ് മണ്ണിനകത്ത കേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടേ ഓരോരുത്തരും വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന്. ഇതെന്താ കുഞ്ഞി ഉണ്ടാക്കുന്നേ? പഴമാങ്ങ കൊണ്ടുള്ള പച്ചടിയാ പൊന്നി. അച്ഛനത് വലിയ ഇഷ്ടാ. എന്നാലും പെട്ടെന്ന് കുഞ്ഞു കയറി വന്നപ്പോ ഞാനൊന്ന് പകച്ചുപോയി കേട്ടോ. സത്യാമ്മ മഹേശ്വരൻ നമ്പൂതിരിയെ കാണാൻ പോയ കാര്യം പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. ഉടനെയൊന്നും വരില്ലല്ലോ അല്ലേ? ഏയ്, നല്ല തിരക്കുള്ള ആളാ മഹേശ്വരൻ നമ്പൂതിരി. കാണാൻ എംപിമാരും മന്ത്രിമാരും ഒക്കെ ക്യൂ നിൽക്കാറുണ്ടത്രേ. സത്യാമ്മ നേരത്തെ ബുക്ക് ചെയ്തിട്ടാ പോയത്. എന്നാലും സമയമെടുക്കും. വിശദമായി എല്ലാം നോക്കണമെന്ന് സത്യാമ്മ പറയുന്നത് കേട്ടു. ഇതിനി എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഇതൊന്ന് ചെറുതായി വഴറ്റിയാ മതി പൊന്നി. എന്നിട്ട് വേണം പച്ചടിയുടെ ചേരുവയൊക്കെ കൂടെ കൂട്ടാൻ. എന്തായാലും ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് പാറുമോളെ കൂടി കൊണ്ടുവരായിരുന്നു. അത് പിന്നെ കുഞ്ഞിനെ ഇന്ദുമതി അമ്മയെ ഏൽപ്പിച്ചിട്ട് റെസ്റ്റോറന്റിൽ ഞാൻ നിൽക്കുമ്പോഴാ അച്ഛന്റെ കോള് വന്ന്. പിന്നെ പാറുവിനെ എടുക്കാൻ നിന്നില്ല. സത്യാമ്മ വരുന്നതിന് മുമ്പേ വന്നിട്ട് പോവാന്ന് കരുതി. അല്ല, കുഞ്ഞെന്തിന് ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? സാറിന് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കി കൊടുക്കാനോ? വിഷ്ണു കുഞ്ഞാണല്ലോ. ഹലോ. ആ എടോ, ഇയാളത് എവിടെയാ? റെസ്റ്റോറന്റിലോ അതോ വീട്ടിലോ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ. വിഷ്ണുട്ടാ എവിടെ? വിഷ്ണുട്ടാ, സത്യാമ്മയുടെ വീട്ടില്. അവിടെ എന്താ? ഒരു കാര്യമുണ്ട് വിഷ്ണുട്ടാ. എന്ത് കാര്യം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.